ബിഗ് ബോസ് മലയാളം സീസൺ 7 കുടുംബത്തിൽ പറഞ്ഞ നമ്മുടെ കൊച്ചമ്മ, ആദിലേനെയും നൂറേനെയും വീട്ടിൽ കേട്ടാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ കൊച്ചമ്മ, അവര് പറഞ്ഞ ആ ഒരു വീഡിയോ ആണ് വീഡിയോയിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടുകളാണ് നിങ്ങളുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഒനിയില് മസ്താനിയെ റോങ് ആയിട്ട് ടച്ച് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മുതലെടുത്തതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുവാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ രീതിയിലുള്ള വൃത്തികെട്ട ഗെയിം കളിക്കുന്നത്? എല്ലാം ബിഗ് ബോസ് കാണിക്കും പ്രേക്ഷകരെല്ലാം ഇരുന്ന് കാണുന്നുണ്ട്. 1072 ക്യാമറ ഉള്ള ഒരു വീടാണത്. പ്രേക്ഷകരെല്ലാം കാണുന്നുണ്ട്. പ്രേക്ഷകർക്ക് എല്ലാത്തിനോടും ആക്സസ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാം വരും. അതെന്താണ് ഇവർക്ക് എന്താണ് മനസ്സിലാവുന്നില്ല? ഇവർക്ക് എന്താണ് അറിയത്തില്ല ഇത്രയ്ക്ക്? ഒരു മാസത്തിലേറെ കഴിഞ്ഞിട്ടാണ് ഇവര് ഹൗസിനകത്തേക്ക് വൈൽഡ് കാർഡായിട്ട് കയറിയിരിക്കുന്നത്. എന്നിട്ട് ഇവർക്ക് അറിയത്തില്ല ഇതൊന്നും. ഒരാള് വീഴാൻ പോകുമ്പം ആ ആളെ നമ്മൾ പിടിക്കും. അതിപ്പോ ഒരു മനുഷ്യത്വമുള്ള ആരാണെങ്കിലും പിടിക്കും. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഗേ ആണെങ്കിലും ആരാണെങ്കിലും പിടിക്കും. അങ്ങനെ ഒരു കാര്യമേ ഒനിയിൽ അവിടെ ചെയ്തുള്ളൂ. ആ ടേബിളെ തട്ടി മസ്താനി അവിടെ വീഴാൻ പോയതാണ്. ഒനിയിൽ ആ ഒരു കൈത്താങ് കൊടുത്ത് മസ്താനിയെ പിടിച്ചു നിർത്തി എന്നുള്ളൊരു കാര്യം അവിടെ ചെയ്തിട്ടുള്ളൂ. അതിനെയാണ് ഇവർ ഈ വെറുതെ വേറെ രീതിയിൽ പ്രൊജക്ട് ചെയ്ത് കുടുംബത്തിൽ പറക്കണം എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് വിടാനായിട്ട് ശ്രമിക്കുന്നത്. ഇവരാരാണ്? ഫ്യൂഡൽ അമ്മച്ചിയാണോ ഇവര്? വെറുതെ കിടന്നിങ്ങ് ഷോ കാണിക്കുവാന്നേ. ഞാനിത് എന്തായാലും ലൈവിൽ കണ്ടിട്ട് നമ്മൾ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം ഇവർ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ എപ്പിസോഡിലായതുകൊണ്ട് മാത്രം ബിഗ് ബോസ് വിഴുങ്ങി എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ലൈവിനകത്ത് കുറെ കൂടെ അൺസെൻസേർഡ് ആയിട്ടുള്ള രീതിയിൽ ഇവർ പറഞ്ഞ വൃത്തികേടുകൾ കാണിക്കും എന്നാണ് തോന്നുന്നത്. കാരണം അത്രയും വൃത്തികെട്ടൊരു സ്ത്രീയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു രീതിയിലും യോജിക്കാൻ പറ്റാത്തൊരു മത്സരാർത്ഥി കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു. പിന്നെ പോകെ ഈ രീതിയിലുള്ള വൃത്തികെട്ട ഗെയിം കളിച്ച് ഗ്രാഫ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ലൈവ് കണ്ടിട്ട് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും വരാം.